ഹേ ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് ചാനൽ ചെയ്തിട്ട് വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊണ്ടേ ഗൈസ്. അപ്പോൾ ഒരു സാറ്റർഡേ ഈവനിങ് നമ്മൾ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ഇശാൻകുട്ടൻ ഈ അംഗൻവാടിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും അങ്ങനെ വീട്ടിലോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പോൾ സാറ്റർഡേ ഈവനിങ് പോയിട്ട് സൺഡേ നിന്നിട്ട് മൺഡേ മോർണിംഗ് ഇങ്ങനെ വരാമെന്ന് വിചാരിച്ചാണ് പോകുന്ന വഴി നമുക്ക് നാളെ അമ്പലത്തിൽ പോകുന്നുണ്ട്. ഒരു മുഴം മുല്ലപ്പമൊക്കെ വാങ്ങിച്ചു. പിന്നെ എനിക്ക് ദാഹിച്ചപ്പോൾ ഒരു മോരുംവെള്ളമൊക്കെ കുടിച്ചു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ നല്ല പതയിലാന്ന്. ഒരിക്കലും അല്ല ഗൈസ്, അവിടെ നിർത്തിയപ്പോൾ അങ്ങ് മോരുംവെള്ളം കുടിച്ചെന്നേ ഉള്ളൂ കേട്ടോ. വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു എന്ത് വാങ്ങിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു താറാവ് മേടിക്കാമെന്ന്. നേരെ ഞാൻ പോയി താറാവ് കടയിൽ പോയി താറാവൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അമ്മ സ്പെഷ്യലായിട്ട് താറാവ് കറിയൊക്കെ വെക്കണം കേട്ടോ. ഇശാൻകുട്ടൻ അതിൻ്റെ ഇടയ്ക്ക് അമ്മച്ചമ്മയെ ഇവിടെ അമ്മച്ചമ്മയെ കണ്ടപ്പോൾ കൊഞ്ചലാണ് കേട്ടോ. അവൻ എന്താണേലും ഇങ്ങനെ കൊഞ്ചി നടക്കുന്നതാണ് അവന് ഏറ്റവും വലിയ കാര്യം. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്ത് നല്ല ഭംഗിയായി കിടന്ന വീടായിരുന്നു എന്നറിയാമോ വേണ്ടത്. ഇവൻ ചെന്ന് കഴിഞ്ഞത് നാറാണക്കല്ലാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളിതേ നേരെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് എൻ്റെ കുടുംബക്ഷേത്രത്തിൽ വന്നതാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രം. അപ്പോൾ അച്ഛൻ്റെ പിറന്നാളാണ് ഇന്ന്. അപ്പോൾ ഞങ്ങൾ നേരെ ഇവിടെ പൂജ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇശാൻകുട്ടനെ നേരെ അമ്പലത്തിലൊക്കെ വന്നു. ഇവിടെ വന്നപ്പോൾ പൂജയ്ക്ക് സമയമായിട്ടുള്ളായിരുന്നു. അപ്പോൾ അവിടുത്തെ ചേച്ചി മഞ്ചാടിക്കുരുവൊക്കെ പെറുക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ എവിടെ ചെന്നാലും ആൾക്കാരെ മണിയടിച്ചങ്ങ് മാമനെ പോലെ സെറ്റായിക്കോളും. അപ്പോൾ പൂജയ്ക്ക് അമ്പലത്തിൽ നടയടച്ചപ്പോഴത്തേക്ക് മണിയടിക്കാൻ വേണ്ടി ആ ചേച്ചിയുടെ കൂടെ, ആ ചേച്ചിയാണോ അനിയത്തിയാണോ, ആ പുള്ളിക്കാരിയുടെ കൂടെ പോയി നിൽക്കുകയാണ് കേട്ടോ. അവിടെ നമുക്ക് പ്രസാദമൊക്കെ കിട്ടി തിരിച്ചിറങ്ങിയപ്പോഴാണ് ആശാൻ കണ്ടത് അവിടെ പുളി കിടക്കുന്നത്. അപ്പോൾ വീട്ടിൽ പുളി ഇതുപോലെ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് അമ്മൂമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് എടുക്കാൻ പോകണം കേട്ടോ. ഞാൻ വഴക്ക് പറഞ്ഞ് ഓടിച്ചിട്ടുണ്ടായിരുന്നു, കണ്ണി കാണുന്നതെല്ലാം പെറുക്കല്ലെന്നും പറഞ്ഞ്. തിരിച്ചു വരുന്ന വഴി നല്ല സൂപ്പർ ആറ്റുമൊക്കെ കണ്ടു കേട്ടോ. പിന്നെ നമ്മൾ നേരെ അവിടെ അങ്ങ് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഈ കക്ക. അതും വാങ്ങിച്ചുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകണ്ടായിരുന്നു. അമ്മയ്ക്കുള്ള പണി